ബോംബെ സഫയർ മറ്റു ജിന്നുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അതിൽ ചേർക്കുന്ന ബൊട്ടാണിക്കൽ ഹെർബലുകളുടെ പ്രത്യേകത കൊണ്ടാണ്. ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള 10 വിധത്തിലുള്ള ബൊട്ടാണിക്കൽ ഹെർബലുകൾ 8 രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്താതെയാണ് ബോംബെ സഫയർ നിർമ്മിക്കുന്നത്. പരമ്പരാഗത ജിൻ നിർമ്മാണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ശൈലിയിലാണ് ഇത് നിർമ്മിക്കുന്നത്. കൂടുതൽ വർഷങ്ങളുടെ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും ജിന്നുകളുടെ കൂട്ടത്തിൽ ഒരു ഇന്ദ്രനീല രത്നമായി ബോംബെ സഫയർ ഇന്ന് നിലകൊള്ളുന്നു. ലോകത്തിലെ ജിൻ ആരാധകരുടെ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട ജിന്നായ ബോംബെ സഫയറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് അമിതമായ മദ്യപാനം കരൾ സംബന്ധമായ രോഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബ ബന്ധം താറുമാറാവാനും സാധ്യതയുണ്ട്. മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക, രാജ്യത്തെ നിയമവ്യവസ്ഥകൾ പാലിക്കുക എന്നിവ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബ്രാൻഡി, വിസ്കി, റം, വൈൻ, തക്കീല, വോഡ്ക, ബിയർ എന്നിവ പോലെ തന്നെ മറ്റൊരു മദ്യമാണ് ജിൻ. ഇതിന്റെ ബേസ് പ്രൊഡക്റ്റ് സ്പിരിറ്റ് ആണ്, അതായത് വോഡ്ക. അതിൽ ജുനിപ്പർ ബെറീസും ഓരോ കമ്പനികളും അവരുടേതായ ബൊട്ടാണിക്കൽ ഹെർബലുകളും ചേർത്താണ് ജിൻ നിർമ്മിക്കുന്നത്. ജിന്നിന്റെ ചരിത്രത്തെക്കുറിച്ചും അത് നിർമ്മിക്കുന്ന രീതിയെക്കുറിച്ചും മറ്റൊരു വീഡിയോ ചെയ്തതുകൊണ്ട് ഇവിടെ പ്രതിപാദിക്കുന്നില്ല. ആവശ്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. 1980 കാലഘട്ടത്തിൽ മറ്റ് മദ്യങ്ങൾ എല്ലാം തന്നെ വെറൈറ്റികളിൽ നിർമ്മിച്ച് മാർക്കറ്റുകൾ കീഴടക്കുന്ന സമയത്ത് പരമ്പരാഗത രീതിയിൽ നിർമ്മിക്കുന്ന ജിന്നിന്റെ മാർക്കറ്റ് ഇടിയുകയായിരുന്നു. ഈ ഒരു അവസരത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മദ്യ കമ്പനികളിൽ ഒന്നായ ഡിയാജിയോ പുതിയ പരീക്ഷണങ്ങൾക്കായി മുന്നോട്ട് വരുന്നത്. തങ്ങൾ പുതുതായി നിർമ്മിക്കുന്ന ജിൻ ലോകത്തിലെ ഏറ്റവും മികച്ചതായിരിക്കണം എന്ന ലക്ഷ്യത്തോടെ പല വിധത്തിലുള്ള റെസിപ്പികൾ പരീക്ഷിച്ചെങ്കിലും അതിൽ നിന്ന് ഏറ്റവും മികച്ച 10 ബൊട്ടാണിക്കൽ ഹെർബലുകൾ തെരഞ്ഞെടുക്കുകയും അത് ലഭിക്കുന്ന രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്താതെ 1986 ഇന്ദ്രനീല കല്ലുകളെ അനുസ്മരിപ്പിക്കുന്ന ബോട്ടിലിൽ ഇറങ്ങി ലോകത്തിലെ യുവാക്കളുടെ ഹരമായി മാറിയ കോക്ടൈലുകളുടെ രാജാവായ ബോംബെ സഫയർ. ഇനി ഇതിന്റെ ചരിത്രത്തിലേക്ക് കടന്നാൽ വർഷങ്ങളുടെ പാരമ്പര്യത്തിന്റെ കഥ പറയാനോ ബോംബെയുമായോ ഇന്ത്യയുമായോ ഒരു ചരിത്രത്തിന്റെ കഥ പറയാനോ ഇതിൽ ഒന്നും തന്നെയില്ല. പൂർണ്ണമായും ലണ്ടനിൽ നിർമ്മിക്കുന്ന ഈ ജിൻ പേരിലൂടെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നമുക്ക് നൽകുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സിവിലിയന്മാരുടെ പ്രധാന കേന്ദ്രം ബോംബെയായിരുന്നു. അത് ഓർമ്മപ്പെടുത്തുന്നതിനോ വർഷങ്ങൾക്ക് മുൻപ് ശ്രീലങ്ക എന്ന സിലോണിൽ നിന്ന് ഖനനം ചെയ്തു കൊണ്ടുവന്ന കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു രത്നക്കല്ല് ബോംബെയിൽ ഉണ്ടായിരുന്നുവത്രേ. നീല നിറത്തോടു കൂടിയ
ഇന്ദ്രനീല കല്ലിനെ അനുസ്മരിപ്പിക്കുന്ന ഈ കല്ലിനെ സ്റ്റാർ ഓഫ് ബോംബെ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ അമൂല്യമായ സമ്പത്തുകളും ഗ്രന്ഥങ്ങളും കൊണ്ടുപോയതിന്റെ കൂട്ടത്തിൽ ഇതും അവർ കൊണ്ടുപോകുകയായിരുന്നു. ഇപ്പോൾ ബ്രിട്ടനിലെ ഏതെങ്കിലും മ്യൂസിയത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കാം. ലോകത്ത് ഒട്ടനവധി ജിന്നുകൾ ഉണ്ടെങ്കിലും ലണ്ടൻ ഡ്രൈ ജിന്നാണ് ഏറ്റവും പ്രശസ്തം. ലണ്ടൻ ഡ്രൈ ജിൻ എന്ന പേരുള്ളതുകൊണ്ട് ഇത് ലണ്ടനിൽ മാത്രമാണ് നിർമ്മിക്കുന്നത് എന്ന് കരുതരുത്. ലോകത്തിന്റെ മറ്റു സ്ഥലങ്ങളിലും ഇത് നിർമ്മിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലും നിർമ്മിക്കുന്നുണ്ട്. ലണ്ടൻ ഡ്രൈ ജിൻ നിർമ്മിക്കുന്നതിന് ചില വ്യവസ്ഥകളുണ്ട്. ഇത് പാലിച്ചുകൊണ്ട് ലോകത്തിന്റെ ഏതു കോണുകളിൽ നിന്നും നമുക്ക് ലണ്ടൻ ഡ്രൈ ജിൻ നിർമ്മിക്കാവുന്നതാണ്. ജിന്നിന്റെ ബേസായ സ്പിരിറ്റിൽ ജൂനിപ്പർ ബെറീസ് മറ്റ് ബൊട്ടാണിക്കൽ ഹെർബലുകൾ ചേർത്ത് വാറ്റിയതിനു ശേഷം പിന്നീട് യാതൊരു വിധത്തിലുള്ള ഫ്ലേവറുകളും ചേർക്കാൻ പാടുള്ളതല്ല. ഇതിനെക്കുറിച്ചെല്ലാം മുൻപ് ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് ഇവിടെ വിശദമായി പ്രതിപാദിക്കുന്നില്ല. പരമ്പരാഗത ജിൻ നിർമ്മാണ രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് ബോംബെ സഫയറിന്റെ നിർമ്മാണ രീതി. മറ്റ് ജിന്നുകളിൽ എല്ലാം തന്നെ സ്പിരിറ്റിനകത്ത് തന്നെ ജൂനിപ്പർ ബെറീസും മറ്റ് ബൊട്ടാണിക്കൽ ഹെർബലുകളും ചേർത്ത് വാറ്റുകയാണെങ്കിൽ ബോംബെ സഫയറിൽ ബൊട്ടാണിക്കൽ ഹെർബലുകൾ സുഷിരങ്ങളുള്ള ഒരു കോപ്പർ പാത്രത്തിൽ വെച്ച ശേഷം അതിനകത്തുകൂടെ നീരാവിയെ കടത്തിവിട്ടാണ് ബോംബെ സഫയർ നിർമ്മിക്കുന്നത്. ബൊട്ടാണിക്കൽ ഹെർബലുകളെ തഴുകി കടന്നു പോകുന്ന നീരാവി ജിന്നായി മാറുമ്പോൾ മറ്റു ജിന്നിൽ നിന്ന് വ്യത്യസ്തമായ സ്മെല്ലും ടേസ്റ്റും നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ടു തന്നെയും ബോട്ടിലിനു മുകളിൽ വെപ്പർ ഇൻഫ്യൂസ്ഡ് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്വാളിറ്റി കാത്തുസൂക്ഷിക്കുന്നതിനായി 3 തവണ ഡിസ്റ്റിൽ ചെയ്യുന്ന ബോംബെ സഫയർ പരമ്പരാഗത രീതിയിലും പിന്നീട് കോപ്പർ ജാറിലുമാണ് ഡിസ്റ്റിൽ ചെയ്യുന്നത്. അതുകൊണ്ടു തന്നെയും നല്ല ക്ലിയർ ക്രിസ്റ്റൽ രൂപത്തിലും ആൽക്കഹോൾ പെർസെന്റേജ് കൂടുതലുമായിരിക്കും. ഇനി നമുക്ക് ബോംബെ സഫയർ അതിന്റെ ക്വാളിറ്റിയെ സംരക്ഷിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ബൊട്ടാണിക്കൽ ഹെർബലുകളെ പരിചയപ്പെടാം. 10 തരത്തിലുള്ള ബൊട്ടാണിക്കൽ ഹെർബലുകൾ 8 രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. ജൂനിപ്പർ ബെറീസ് ഇറ്റലി, കൊറിയാണ്ടർ സീഡ് മൊറോക്കോ, ലിക്കോറൈസ് റൂട്ട് ചൈന, ബെറ്റർ അൽമൗണ്ട് സ്പെയിൻ, ലെമൺ പീൽ സ്പെയിൻ, കാസിയ ബർക്ക് ഇന്തോനേഷ്യ, ഓറിസ് റൂട്ട് ഇറ്റലി, ആഞ്ചലിക്ക റൂട്ട് ജർമ്മനി, കുബിക് ബെറീസ് ജാവ, ഗ്രേസ് ഓഫ് പാരഡൈസ് വെസ്റ്റ് ആഫ്രിക്ക എന്നിങ്ങനെ ലോകത്ത് ലഭിക്കുന്ന ഏറ്റവും മികച്ച ബൊട്ടാണിക്കൽ ഹെർബലുകൾ ഉപയോഗിച്ചാണ് ബോംബെ സഫയർ ജിൻ നിർമ്മിക്കുന്നത്. 1997 ലോകത്തിലെ മറ്റൊരു മദ്യഭീമന്മാരായ ബക്കാഡി ബോംബെ സഫയറിനെ ഏറ്റെടുത്ത ശേഷമാണ് കമ്പനി വളരെ പ്രശസ്തമായത്. മാത്രവുമല്ല, ബോംബെ സഫയറിന് മറ്റ് വകഭേദങ്ങളും ഇവർ നിർമ്മിച്ചു തുടങ്ങി. അതിൽ പ്രശസ്തമാണ് ബോംബെ സഫയർ ഈസ്റ്റ്, സ്റ്റാർ ഓഫ് ബോംബെ, ബോംബെ സഫയർ സ്പെഷ്യൽ എഡിഷൻ. മറ്റ് വകഭേദങ്ങളുടെ പേരുകൾ എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് അറിയുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബക്കാഡി ബോംബെ സഫയറിനെ ഏറ്റെടുത്ത ശേഷം 2 ബൊട്ടാണിക്കൽ ഹെർബലുകൾ കൂടി
ഇവർ ചേർക്കുകയുണ്ടായി. അവയാണ് ലെമൺ ഗ്രാസ്, ബ്ലാക്ക് പെപ്പർ ഗ്രാസ്. ഇനി നമുക്ക് ബോംബെ സഫയറിന്റെ ബോട്ടിലിനെ ഒന്ന് പരിചയപ്പെടാം. മനോഹരമായ ഇന്ദ്രനീല കല്ലിനെ ഓർമ്മപ്പെടുത്തുന്ന നീല നിറത്തിലുള്ള ബോട്ടിലിലാണ് ഇത് നിറച്ചു വരുന്നത്. ബോംബെ സഫയർ എന്ന് എഴുതിയതിന്റെ സെന്ററിലായി ക്യൂങ് വിക്ടോറിയയുടെ ചിത്രവും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിന് താഴെയായി ലണ്ടൻ ഡ്രൈ ജിൻ എന്നും നിർമ്മാണ രീതിയിലെ വ്യത്യസ്തത അടയാളപ്പെടുത്തുന്നതിനായി വെപ്പർ ഇൻഫ്യൂസ്ഡ് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബോട്ടിലിന്റെ 2 ഭാഗങ്ങളിലായി ഇതിൽ ചേർക്കുന്ന 10 തരത്തിലുള്ള ബൊട്ടാണിക്കൽ ഹെർബലുകളുടെ പേരും അത് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആൽക്കഹോൾ പെർസെന്റേജ് നോക്കിയാൽ 47%. അതുകൊണ്ടു തന്നെയും അടിച്ചാൽ പെട്ടെന്ന് ഫിറ്റാകുന്നതാണ്. വാരി വലിച്ച് കുടിക്കാതിരിക്കുക. 1761 കണ്ടെത്തിയ ഒരു റെസിപ്പി വളരെ വൈകിയാണെങ്കിലും ലോകത്തിനു മുന്നിൽ എത്തിയപ്പോൾ ജിൻ ആരാധകർ അതിനെ 2 കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഇന്ന് കുടിയന്മാർക്കിടയിൽ ബോംബെ സഫയറിനായി പ്രത്യേക ഒരു ആരാധകർ തന്നെ ഉണ്ട്. അവർ ഇത് ചോദിച്ചു വാങ്ങുകയാണ് പതിവ്. ഇനി നമുക്ക് ജിൻ എങ്ങനെയാണ് കുടിക്കേണ്ടത് എന്ന് നോക്കാം. മറ്റ് മദ്യങ്ങളിൽ പലതും വെള്ളമോ അല്ലെങ്കിൽ മറ്റ് പാനീയങ്ങളോ ഉപയോഗിച്ചാണ് സാധാരണ നമ്മൾ കുടിക്കാറ്. എന്നാൽ ജിന്ന് കുടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും അത് ആസ്വദിച്ച് കുടിക്കണമെങ്കിൽ ജിൻ ആൻഡ് ടോണിക് വാട്ടർ ഉപയോഗിക്കണം. ഒരു പക്ഷേ നമ്മുടെ ഉൾനാടൻ പ്രദേശങ്ങളിൽ ടോണിക് വാട്ടർ കിട്ടുമോ എന്ന് സംശയമാണ്. അതിന് പകരമായി സ്പ്രൈറ്റോ മൗണ്ടൻ ഡ്യൂവോ 7-അപ്പോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ എനിക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നിയത് നമ്മുടെ നാടൻ ഇളനീരിൽ കുടിക്കുമ്പോഴാണ്. അതിൻ്റെ മധുരവും ചെറിയൊരു സൂരും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമുക്ക് നൽകുന്നത്. എന്നു കരുതി നമ്മുടെ റോഡ് സൈഡിൽ ലഭിക്കുന്ന തമിഴ്നാടൻ ഇളനീരിനോ ഗൾഫ് രാജ്യങ്ങളിൽ ലഭിക്കുന്ന ഒമാൻ ഇളനീരിനോ അല്ലെങ്കിൽ ശ്രീലങ്കൻ ഇളനീരിനോ ഈ ടേസ്റ്റ് ലഭിക്കുകയില്ല. ഇതിന് പ്രധാന കാരണം ഈ ഇളനീരിനൊന്നും തന്നെ മധുരമില്ല എന്നുള്ളതാണ്. ഇവയെല്ലാം തന്നെ ഞാൻ പരീക്ഷിച്ചു നോക്കിയതാണ്. എനിക്ക് ഏറ്റവും നല്ലതായി തോന്നിയത് നാടൻ ഇളനീരാണ്. ലൈറ്റ് നീല ബോട്ടിലിൽ വരുന്ന നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ബോംബെ സഫയർ ഒന്ന് സ്മെൽ ചെയ്തു നോക്കിയാൽ ജലദോഷത്തിനും മറ്റും ഉപയോഗിക്കുന്ന ഒരു മരുന്ന് പോലെ മൂക്കിലേക്ക് തുളച്ചു കയറുന്ന ബൊട്ടാണിക്കൽ ഹെർബലുകളുടെ സ്മെൽ നല്ല സുഖമാണ് നമുക്ക് നൽകുന്നത്. കാഠിന്യമേറിയ മണമോ ഹാങ് ഓവറോ ഇല്ലാത്തതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജിൻ ഉപയോഗിക്കുന്നത് സ്ത്രീകളാണ്. അതുപോലെ തന്നെ ജിൻ ഉപയോഗിച്ച്, പ്രത്യേകിച്ച് ബോംബെ സഫയർ ഉപയോഗിച്ച് ഒട്ടനവധി കോക്ടെയിലുകൾ പാർട്ടികളിൽ നിർമ്മിക്കുന്നുണ്ട്. ക്ലബ്ബുകളിലും മദ്യസൽക്കാരങ്ങളിലും ഏറ്റവും കൂടുതൽ യുവാക്കൾ ഉപയോഗിക്കുന്ന കോക്ടെയിലുകൾ നിർമ്മിക്കുന്നത് ബോംബെ സഫയറിലാണ്. ഇന്ന് ബോംബെ സഫയറിനെ നയിക്കുന്ന ബക്കാഡിയെക്കുറിച്ചും ലോകത്തിലെ ആദ്യത്തെ വൈറ്റ് റമ്മായ ബക്കാഡി വൈറ്റ് റമ്മിനെ കുറിച്ചും മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ്. ഇപ്പോൾ
ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ജിന്നുകളിൽ ഒന്നായ ബോംബെ സഫയറിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു. അതോടൊപ്പം മദ്യപാനം ഈ ചാനൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും മദ്യപാനം കരൾ സംബന്ധമായ രോഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബ ബന്ധം താറുമാറാകാനും സാധ്യതയുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്കോരോരുത്തർക്കും നല്ലതു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.